ഹായ്, ഞങ്ങൾ മ്യൂണിക്കിൽ സ്റ്റേ ചെയ്തത് ഞങ്ങളുടെ ഫ്രണ്ടായ നൈസലിൻ്റെ പുതിയ വീട്ടിലാണ്. ഇതവർ സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് പണിത വീടാണേ. ഒരു നല്ല സ്ട്രീറ്റിൽ നല്ല ലൊക്കേഷനിലാണ് ഈ വീടിരിക്കുന്നത്. ജർമ്മനിയിലെ മിക്ക വീടുകൾക്കും സിമിലർ കൈൻഡ് ഓഫ് ആർക്കിടെക്ചറാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ഒരു ഗസ്റ്റ് ബാത്റൂം ഉണ്ടാവും, പിന്നെ ഒരു ഫൊയർ ഉണ്ടാവും. അവിടെ നമുക്ക് നമ്മുടെ ജാക്കറ്റും ഷൂസും വെക്കാം. പിന്നെ ആ ഫൊയറിൽ നിന്ന് നമുക്ക് നേരെ ലിവിങ് റൂമിലോട്ടും എൻ്റർ ചെയ്യാം. ഇതൊരു ഡൊപ്പൽ ഹൗസാണേ. അതായത് ഇതിൻ്റെ ഒരു ഭിത്തി എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീടുമായിട്ട് ഷെയർഡാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ലിവിങ് ഏരിയ ഉണ്ടാവും, ഡൈനിങ് ഏരിയ ഉണ്ടാവും, അതേപോലെ തന്നെ കിച്ചണും ഉണ്ടാവും. ലൊക്കേഷൻ അനുസരിച്ച് വീടിൻ്റെ എക്സ്പെൻസിനും വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ. ബവേറിയ, ബാഡൻ വുട്ടൻബർഗ് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും. മിക്ക വീടുകൾക്കും താഴെ കെല്ലർ എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ടാവുമേ. അവിടെയാണ് നമ്മളുടെ സ്റ്റോറേജും അതേപോലെ ഇലക്ട്രിസിറ്റി ഹീറ്റിങ്ങിൻ്റെയൊക്കെ എല്ലാ പരിപാടികളും. അതേപോലെ തന്നെ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു പ്ലേ ഏരിയ അല്ലെങ്കിൽ ഒരു കോമൺ യൂട്ടിലിറ്റി ഏരിയ വേണമെന്നുണ്ടെങ്കിൽ അതും ഒക്കെ ഉള്ളത്. കെല്ലറും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു വീടിന് ഏകദേശം 4 നിലകളുണ്ടാവും കേട്ടോ. ലിവിങ് റൂമൊക്കെ ഇരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോർ, കെല്ലറ്, പിന്നെ അതിൻ്റെ മുകളിലൊരു നില, അവിടെ ഒരു 2 ബെഡ്റൂം ഉണ്ടാവും, പിന്നെ ഒരു ബാത്റൂം ഉണ്ടാവും, അതിൻ്റെ മുകളിൽ 2 ബെഡ്റൂം ഉണ്ടാവും, ബാത്റൂം ഉണ്ടാവും. അങ്ങനെ ഉള്ള സ്പേസ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ പ്ലാൻ. ഇവിടുത്തെ വീടുകളുടെയൊക്കെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഗാർഡൻസ് പുറകിലോട്ടാണ്. നമ്മളുടെയൊക്കെ നാട്ടിൽ ഗാർഡൻ എല്ലാം ഫ്രണ്ടിലോട്ടല്ലേ വരിക, ഇവരതെല്ലാം പുറകിലേക്കാണ് നിർമ്മിക്കുക. കാരണം അവിടെ ആരുടെ ശല്യം ഇല്ലാണ്ട് റിലാക്സ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞങ്ങൾ ഈ വീട്ടിൽ 2 ദിവസം നിന്നല്ലോ. ഞങ്ങളിവിടെ ഒട്ടും മടിയില്ലാണ്ട് വീട്ടുകാരെ പോലെ തന്നെയാണ് ബിഹേവ് ചെയ്തത്. കുക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഗെയിംസ് കളിക്കുക. നല്ല രസമായിരുന്നു കേട്ടോ 2 ദിവസം. അനുവാണേൽ ഫുഡ് ഉണ്ടാക്കി ഇങ്ങനെ ഞങ്ങൾ കഴിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അത് പറഞ്ഞാൽ തീരത്തില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എന്നാലും അക്കൂട്ടത്തിൽ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഗ്രിൽഡ് ചിക്കൻ. ഇതൊരു കോഴീനെ മൊത്തത്തോടെ ഗ്രില്ല് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾസൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്, പുറത്തും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ ക്രിസ്മസ് ഡിന്നറാണ്. ഇവിടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടുകാരുടെ. പറഞ്ഞ പോലെ ക്രിസ്മസ് ആവാറായല്ലോ. ക്രിസ്മസ് സീസൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം വൈനാക്സ് മാർക്കറ്റിൽ പോയി ഗ്ലൂ വൈൻ, അതായത് ചൂടുള്ള വൈൻ കുടിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ചിക്കനിലോട്ട് നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ 9th ഒരു അങ്കിൾ സ്ക്രൂജിൻ്റെ കഥ? ക്രിസ്മസ് കാരൽ എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ പേര്. എനിക്ക് ഈ ചിക്കൻ കണ്ടപ്പം ആ ഒരു കഥയാണ് ഓർമ്മ വന്നത്. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ലാലേട്ടൻ ചിക്കൻ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ മുഴുവൻ കോഴിയായിട്ട്, അതാണ് ഓർമ്മ വന്നത്. ആ ഫിലിമിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ. അനു ഒരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നല്ല മിടുക്കിയ. ഇവരെല്ലാം തൂത്തുവാരി എടുത്തിട്ടാണ് ഞങ്ങൾ ഒക്ടോബർ ഫെസ്റ്റിന് പോയത് കേട്ടോ. പിള്ളേരെയും കൊണ്ട് ഒക്ടോബർ ഫെസ്റ്റിന് പോയാൽ ഞങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അടുത്തത് ആ വീഡിയോ ആണ്. അപ്പോൾ ബൈ.